നമസ്കാരം. യുവർ ബ്രെയിൻ കാൻ ടെൽ ദ ഡിഫറൻസ്. നിങ്ങളുടെ തലച്ചോറിന് ചില സമയങ്ങളിൽ സങ്കല്പവും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ കഴിയില്ല. നല്ല രസകരമായ ഒരു സംഭവമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ് എന്ന്. ഈ സങ്കല്പവും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പല നമ്മളുടെ സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്ന് കരുതി നാം നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ ഭയം, ഉത്കണ്ഠ, അനാവശ്യമായ പരിഭ്രാന്തി, വെപ്രാളം, ആകെ ഒരു സ്ട്രെസ്സായിരിക്കും, ടെൻഷനായിരിക്കും. കാരണം ബ്രെയിനിന് നമ്മുടെ ഇമോഷൻസിന് അല്ലെങ്കിൽ റിയാലിറ്റി ചിലപ്പോൾ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം. എക്സാമ്പിള്, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സ് ചിന്തിച്ചു കൂട്ടുന്നു, ഈ ഇൻ്റർവ്യൂവിന് നമുക്ക് പാടായിരിക്കും, നമുക്ക് പ്രയാസമായിരിക്കും, നമുക്കതെങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, ഒത്തിരി ആളുകൾ കാണും ഇതിന്, എനിക്കത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇതേപോലെ ആയിരിക്കും ഒരു എക്സാമിന് നമ്മൾ ചെയ്യുന്നത്. ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അനാവശ്യമായ ഭയം, അനാവശ്യ പേടി, ഇത് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും കാണും. ഈ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭയം അവസാനം തലച്ചോറ് എന്താ ചെയ്യുന്നത്? അതിനെ ഒരു യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരും. നമ്മുടെ മനസ്സിൽ അത് യാഥാർത്ഥ്യമായി മാറും. നമ്മളതിന് പോയാൽ തീർച്ചയായും പരാജയപ്പെടും. അതുകൊണ്ടാണ് നെഗറ്റീവായ ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി കയറുമ്പോൾ നമുക്ക് അതേപോലെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെ ചിലർ ഞാൻ ചിന്തിച്ച അതുപോലെയാണ്. ശരിക്കും അവർക്കറിയില്ല അതിൻ്റെ കാരണം. ബ്രെയിൻ അതിനെ എടുത്ത് തലച്ചോറ് അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുകയാണ്. അതുവഴി നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതിനൊരു മറുവശമുണ്ട്. നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും, നമുക്ക് നടക്കും. നമ്മളിതെല്ലാം തിരിച്ച് ചിന്തിക്കുകയാണ്, നന്നായി ചിന്തിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഈ കായിക താരങ്ങളായാലും അല്ലെങ്കിൽ വിജയിച്ചവരായാലും വിഷ്വലൈസ് ചെയ്യുന്നത്. അവർ വിജയങ്ങൾ വിഷ്വലൈസ് ചെയ്യും. അവർ നല്ലതായി സംഭവിക്കുമെന്ന് പറഞ്ഞ് വിഷ്വലൈസ് ചെയ്തിട്ട് അവർക്ക് വിജയങ്ങൾ ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഡിഫറൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റിവെച്ച്, സങ്കല്പങ്ങൾ എന്താണെന്നുള്ളത് മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തെ കൂടുതൽ മനസ്സിലാക്കിയാൽ, അല്ലെ യാഥാർത്ഥ്യം ഇതാണ്, ഇതെൻ്റെ സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം മാറും, നമുക്ക് വിജയിക്കുവാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബ്രെയിനിൻ്റെ ഈ ടെക്നിക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.